വൺ വേ അനോയുടെ തിയറി മൊത്തം പറഞ്ഞു. ഞാൻ അതിന്റെ ബേസ് ചെയ്തുള്ള ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് വൺ വേ അനോ ചെയ്യുന്നത്. പ്രോബ്ലം ക്വസ്റ്റ്യൻ വായിക്കാം. ദ റിസൾട്ട് ഓഫ് ആൻ അഗ്രികൾച്ചർ എക്സ്പെരിമെന്റ് ടു സ്റ്റഡി ദ എഫക്ട് ഓഫ് 3 ഫെർട്ടിലൈസേഴ്സ് ഓൺ 4 plot of a paddy are given below. Thus the hypothesis that there is no significant difference between the effect of fertilizers at 5% significance. Okay, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? അതായത് ഒരു അഗ്രികൾച്ചർ എക്സ്പെരിമെന്റ് നടത്തിയതിന്റെ റിസൾട്ട് ആണ് ഈ ഒരു ബോക്സിൽ തന്നിട്ടുള്ളത്. അതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 വ്യത്യസ്ത ടൈപ്പ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. അതിന്റെ എഫക്റ്റ് 4 വ്യത്യസ്ത പാഡി ഫീൽഡിൽ ഈ 3 ഫെർട്ടിലൈസേഴ്സിന്റെ എഫക്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കണേ. ഈ 3 ഫെർട്ടിലൈസേഴ്സിന്റെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അതോ ഒരേപോലെ തന്നെയാണോ 3 എണ്ണം 4 പാഡി ഫീൽഡിലെ എഫക്റ്റ് ഉണ്ടാക്കണമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരൊറ്റ ഫാക്ടറിനെ പറ്റിയിട്ട് പറയുന്നത്. ഫെർട്ടിലൈസേഴ്സ് പാഡി ഫീൽഡ് ഉണ്ടാക്കുന്ന ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ വൺ വേ ആണെന്ന് ക്വസ്റ്റ്യൻ മനസ്സിലാവും. Thus hypothesis that there is no significant difference between the effect of fertilizers at 5% significance. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വൺ വേ ആണെങ്കിൽ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ആൻസർ എഴുതാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? വി ഹാവ് ടു ടെസ്റ്റ് എന്താണ് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യണം. എച്ച് നോട്ട് എന്തായിരുന്നു? അതായത് ഇവ തമ്മിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല എന്നാണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. ഇവിടെ 3 ഫെർട്ടിലൈസേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിരുന്നു ഏകദേശം ഈക്വൽ ആണ്, മീനിനൊന്നും വലിയ വേരിയേഷൻസ് ഇല്ല എന്ന് പറയാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ എഫക്റ്റ് ഓഫ് 3 ഫെർട്ടിലൈസേഴ്സ് ഓൺ പാഡി. ഈ ക്വസ്റ്റ്യനിലുള്ള അതേപോലെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, μ1 ഈക്വൽ ടു μ2 ഈക്വൽ ടു μ3 വേഴ്സസ് h1 μ1 നോട്ട് ഈക്വൽ ടു μ2 നോട്ട് ഈക്വൽ ടു μ3. അതായത് ഡിഫറൻസ് ഉണ്ട്, അതാ ഒരേപോലെ അല്ല ഇതിന്റെ മീൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഹൈപ്പോത്തിസിസ് എഴുതി. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ സം ഓഫ് സ്ക്വയേഴ്സ് കാണാൻ 3 കാര്യങ്ങൾ കാണാൻ പറഞ്ഞിരുന്നു. TSS, അതേപോലെ SSB, പിന്നെ SSE. TSS കാണേണ്ട ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ Sij ഹോൾ സ്ക്വയർ ബൈ CF, അതായത് CF എന്ന് വെച്ചാൽ കറക്ഷൻ ഫാക്ടർ. സിഗ്മ Sij എന്ന് പറയുമ്പോൾ ഈ ഓരോ വാല്യൂസ് ആണ്. ഈ ഓരോ വാല്യൂസിന്റെ സ്ക്വയർ നമ്മൾ കാണാം. അത് സ്ക്വയർ കണ്ടിട്ട് എന്ത് ചെയ്യാം? അതിനെ ഇത് പ്ലോട്ട് ആണ് കേട്ടോ. ഈ വാല്യൂസിന്റെ ഓരോന്നിന്റെയും സ്ക്വയർ കണ്ടിട്ട് അത് മൊത്തം സം ചെയ്യാം. അപ്പം ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളിത് മൊത്തം ടോട്ടൽ ചെയ്ത് കിട്ടുന്ന സമയത്ത്, അതായത് ഓരോ വാല്യൂ, ഇപ്പൊ 8ന്റെ സ്ക്വയർ 64, 4ന്റെ സ്ക്വയർ 16, അങ്ങനെ ഓരോ 64, 16 ഇത് മൊത്തം നമ്മൾ കൂട്ടി ഇതിന്റെ ഓരോന്നിന്റെയും സ്ക്വയർ കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്ന വില എന്ന് പറയുന്നത് 334 പിന്നെ നമ്മൾ പറയുന്നത് കറക്ഷൻ ഫാക്ടർ പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? CF എന്ന് പറയുമ്പോൾ G²/N ആണ്. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് ടോട്ടൽ, അതായത് ഈ മൊത്തം സംഖ്യകൾ കൂട്ടുക, ഓരോന്നിനും സ്ക്വയർ എടുക്കാണ്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് ആ കൂട്ടിയ ടോട്ടൽ സംഖ്യ എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. ആ കൂട്ടിയ സംഖ്യ നമ്മൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് സ്ക്വയർ ചെയ്തിട്ട് N എന്ന് പറയുന്നത് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 12 സംഖ്യകളുണ്ട്. അപ്പൊ അതിനായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് നമുക്ക് ഇതെല്ലാം കൂടെ കിട്ടുമ്പം 300 ഇതെല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് 60 കിട്ടുക. അപ്പൊ അതിന്റെ 60²/12 ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3600/12 134 300. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 34. അത് നമ്മൾ TSS കണ്ടു. അത് കഴിഞ്ഞിട്ട് കാണേണ്ട അടുത്ത സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? SSB കാണാം, ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയേഴ്സ്. അതെങ്ങനെയായിരുന്നു കാണാം? SSB എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയേഴ്സ്, അല്ലെങ്കിൽ ഇതിനെ പറയുന്ന മറ്റൊരു പേരെന്താ? ട്രീറ്റ്മെന്റ് സം ഓഫ് സ്ക്വയേഴ്സ്. ഇവിടുത്തെ ട്രീറ്റ്മെന്റ് അതായത് ആരാണ് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാർ? ഈ ഫെർട്ടിലൈസേഴ്സ് ആണ് പ്ലോട്ടിൽ വന്നിട്ട് ഓരോ കൊണ്ട് ഇടുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ട്രീറ്റ്മെന്റ്സ് ഈ ABC, A എന്ന് പറയുന്ന ആളുടെ ഈ 4 പ്ലോട്ടിലെ ട്രീറ്റ്മെന്റ് ടോട്ടൽ കാണാം. അതേപോലെ ബീഡിങ് ആണ്, ഇതിന്റെയും കാണാം. അങ്ങനെ ഓരോന്നിനും സ്ക്വയർ ബൈ എത്ര സംഖ്യകൾ ഉണ്ടെന്ന് നോക്കുക. ഓക്കെ ആണോ? അതിനെ ഓരോന്നിനും സെപ്പറേറ്റ് കാണാം. അപ്പൊ ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 25, രണ്ടാമത്തെ ബിയുടെ 20, പിന്നെ
50. ഓക്കെ, ഇനി ഇതിന്റെ SSB കാണുമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഓരോന്നിന്റെ സെപ്പറേറ്റ് നമ്മൾ സ്ക്വയർ ആണ്. സ്ക്വയർ ബൈ n എന്ന് പറഞ്ഞാൽ എത്ര സംഖ്യ ഉണ്ട്? 4 പ്ലസ് പിന്നെ 20 സ്ക്വയർ ബൈ 4 പിന്നെ അതേപോലെ പ്ലസ് 15 സ്ക്വയർ ബൈ 4 മൈനസ് കറക്ഷൻ ഫാക്ടർ. ഇതും കൂടെ കൂടി ചേരുമ്പോഴാണ് SSB കിട്ടുള്ളൂ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ ചെയ്താൽ കിട്ടി കഴിഞ്ഞാൽ 12.5 ആണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. ഏകദേശം നോക്കി കഴിഞ്ഞാൽ അപ്പോൾ SSB കണ്ടു. ഓൾറെഡി നമ്മൾ TSS കണ്ടു, SSB കണ്ടു. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യേണ്ട അടുത്ത സം ഓഫ് സ്ക്വയർ ഏതാണ്? SSE ആണ്. അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? TSS മൈനസ് SSB. TSS നമുക്ക് കിട്ടിയത് 34 ആയിരുന്നു. പിന്നെ SSB ഇപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയത് 12.5. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 21.5 ആണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ കിട്ടി വൺ വേ അനോവ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തു, TSS കണ്ടു, SSB കണ്ടു, SSC കണ്ടു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് തന്നെ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ മീൻ സം ഓഫ് സ്ക്വയർസ് കാണുന്നത് ഞാൻ പറഞ്ഞിരുന്നു. മീൻ സം ഓഫ് സ്ക്വയർസിൽ നമുക്ക് മെയിൻ ആയിട്ട് കാണാനുള്ളത് MSBയും പിന്നെ എന്താണ് MSEയും. അപ്പോൾ MSB കാണാന്ന് പറഞ്ഞാൽ എന്താ? മീൻ ആണ്. അതായത് SSB ബൈ K-1. MSE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSE ബൈ N-K. SSB എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? SSB എന്ന് പറയുന്നത് 12.5 ആയിരുന്നു. 12.5. ഇനി K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ട്രീറ്റ്മെന്റ് ഉണ്ട്? ഇവിടെ ഫെർട്ടിലൈസേഴ്സ് ആണ് നമ്മുടെ ട്രീറ്റ്മെന്റ്. എത്ര വെറൈറ്റി ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ് ഫെർട്ടിലൈസേഴ്സ് ട്രീറ്റ്മെന്റ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3 - 1, അതായത് 2. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 6 കാണുമെന്ന് അറിയില്ല, എഴുതാം. 6.25 ആണ് നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ്. ഓക്കെ, ഇനി MSC എന്ന് പറയുന്നത് SSC ബൈ N-K. നേരത്തെ നമുക്ക് കിട്ടിയ SSC എന്ന് പറയുന്നത് 21.5 ആണ്. അപ്പൊ 21.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സംഖ്യകൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? ടോട്ടൽ എത്ര? 12 ഉണ്ട്. അപ്പൊ 12 - 3 9. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2.62. നമ്മൾ ഏകദേശം നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പായി മീൻ സം ഓഫ് സ്ക്വയർസ് കണ്ടു. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തു, രണ്ടാമത്തെ സം ഓഫ് സ്ക്വയർസ് കണ്ടു, മൂന്നാമത് എന്ത് ചെയ്തു? ഇതിന്റെ മീൻ സം ഓഫ് സ്ക്വയർസ് കണ്ടു. ഈ 2 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇനി അടുത്ത് എന്താ? നമ്മുടെ ഫൈനൽ ആൻസർ F റേഷ്യോ കാണാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? F റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? MSB ബൈ MSE. ഓക്കെ, അതായത് 6.25 ബൈ 2.62. നമ്മളെ ആൻസർ നമുക്ക് കിട്ടുക 2.62 അല്ല, 2.38 ആണ് കേട്ടോ. അത് മാറിപ്പോയതാണ്. 2.38. ഇനിയാണ് 2.62. ഇതാണ് നമ്മുടെ എന്ത്? ഫൈനൽ ആൻസർ നമുക്കായി. ഇനി ഇത് വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം? ടേബിൾ വാല്യൂ കാണാം. നമ്മൾ ടേബിൾ വാല്യൂ എങ്ങനെ കാണുക? ഇതാണ് നമ്മുടെ കാൽക്കുലേറ്റർ വാല്യൂ. ടേബിൾ വാല്യൂ കാണാൻ ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഉപയോഗിക്കേണ്ട ഡിഗ്രീസ് ഓഫ് ഫ്രീഡം K-1 N-K. ഇവിടെ K-1 എന്ന് പറയുമ്പോൾ K 3 ട്രീറ്റ്മെന്റ് ഉണ്ട്. അതൊന്ന് 1 കുറയ്ക്കുമ്പോൾ 2. ടേബിളിൽ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞതിൽ പറഞ്ഞിരുന്നു ഒരു ഓക്കെ, ഇവിടെ ജസ്റ്റ് കാണുമെന്ന് അറിയില്ല. ഒരു ടേബിൾ നമ്മുടെ മറ്റേ എന്താ പറയാ അൽഗോരിതം ടേബിൾ നോക്കുന്ന സമയത്ത് ഇവിടെ N1 N2 N3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടേബിൾ കാണും. ഇവിടെ നമുക്ക് കൊടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന 2 ടേബിൾ ഉണ്ടാക്കി 5% സിഗ്നിഫിക്കൻസിന്റെയും 0.1% ആൽഫയുടെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ട് ടേബിൾ ആയിരിക്കും. ഇവിടെ 5% പ്രത്യേകം പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന്റെ ടേബിൾ തന്നെ നോക്കുക, എഫ് ടെസ്റ്റിന്റെ. ഓക്കെ, അതേപോലെ ഇവിടെ N1 N2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഈ N1 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന വിലയായിരിക്കും. K-1 എന്ന് വെച്ചാൽ 2. അപ്പൊ 2ല് നമ്മൾ ഇങ്ങനെ പോവാം. അതേപോലെ N-K എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടിയത്? 9. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് 9 2 ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഏകദേശം ഒരു വില ഉണ്ടാവും. ഈ വിലയായിരിക്കും നമ്മുടെ എന്ത്? ടേബിൾ വാല്യൂ. അത് F29. ടേബിളിൽ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടെത്തിയെന്ന് പറയുന്നത് 4.26 ആണ്. എനിക്ക് ടേബിൾ നോക്കിയാൽ മനസ്സിലാവും, 4.26. ഇനി നമുക്ക് കിട്ടിയ ഈ ഒരു കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂം ടേബിൾ വാല്യൂം കൂടെ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യാം. അപ്പൊ നമ്മുടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ എന്താ ടേബിൾ വാല്യൂവിനൊക്കെ ചെറുതായിരുന്നു. അപ്പൊ നമ്മൾ ചെറുതാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
ആക്സെപ്റ്റ് ചെയ്യണം. ആരെന്നെ? എച്ച് നോട്ടിനെ ആക്സെപ്റ്റ് ചെയ്യണം. അതായത് നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മളിത് കമ്പയർ നമുക്ക് എന്ത് മനസ്സിലാവും? ഹിയർ എക്സാമിന് ഇങ്ങനെ എഴുതണം. നമ്മളിത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എഴുതണം കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദി ടേബിൾ വാല്യൂ എന്ന് പറഞ്ഞിട്ട് എഴുതണം. ടേബിൾ വാല്യൂ കണ്ടെത്തിയിട്ട് അവിടെ കൃത്യമായിട്ട് എഴുതണം. നേരെ കുട്ടി ടേബിൾ വാല്യൂ നോക്കിയിട്ടുണ്ട്, കുട്ടിക്ക് മനസ്സിലായത് ആ പേപ്പർ നോക്കുന്ന ആൾക്ക് മനസ്സിലാവും. അപ്പോൾ ഹിയർ വി കാൽക്കുലേറ്റഡ് ടേബിൾ വാല്യൂ ഈസ് ലെസ് ദാൻ ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? സോ വി നമ്മൾ ചെറുതായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ആക്സെപ്റ്റ് ചെയ്യും. സോ വി ആക്സെപ്റ്റ് എച്ച് നോട്ട്. എന്നിട്ട് എന്തും കൂടെ എഴുതുക. എച്ച് നോട്ട് എന്തായിരുന്നു? അതായത് ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസും ഇല്ല, ഈക്വൽ ആണെന്ന് പറയുന്നൊരു കാര്യമില്ലേ. അപ്പോൾ ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. അതായത് ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൾറെഡി എഴുതി എച്ച് നോട്ട് അങ്ങനെ അതേപോലെ എടുത്ത് എഴുതിയാൽ മതി. ഇനിയിപ്പോൾ അഥവാ നമ്മൾ വലിയ ആൾക്കാരാണ്, നമ്മൾ സ്വാഭാവികമായിട്ട് എച്ച് നോട്ടിനെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എച്ച് വണ്ണിൽ എന്താണോ ഡെഫിനിഷൻ കൊടുത്താൽ അത് എഴുതിയാലും മതി. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. പക്ഷേ ഇതോട് കൂടിയിട്ട് നമ്മുടെ തീർന്നിട്ടില്ല. ഞാൻ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ 2 മാർക്ക് അനോവ പറഞ്ഞിട്ട് ഇത്രയും കണ്ടെത്തിയിട്ട് നമ്മളിതൊരു ടേബിൾ ആക്കിയും കൂടെ എഴുതിയാലാണ് നമ്മുടെ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ നെക്സ്റ്റ് ഇനി ഇത് ടേബിൾ ആക്കി വരയ്ക്കണം. ടേബിൾ ഞാൻ ഓൾറെഡി ഞാൻ ടേബിള് നേരത്തെ പഠിപ്പിച്ചു തന്നു. അപ്പം അതിൽ ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അനോവ ടേബിൾ നമുക്ക് സെറ്റ് ആവും. അത്രയാണ് ഈ 1 അനോവ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻസ്. ഇനി ഇത് കൂടാതെ ഇത് ബേസ് ചെയ്തുള്ള കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ PDF നമ്മൾ ഓൾറെഡി ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ചോദിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു മോഡൽ കറക്റ്റ് ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു.